നമസ്കാരം കൂട്ടുകാരെ. എല്ലാവരും വിവാഹമാകുമ്പോൾ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യവും കൂടെ നോക്കാറുണ്ട് അല്ലേ? പക്ഷേ എന്തോ ആവട്ടെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ട് എനിക്ക് തോന്നുന്നു വേലിത്തമ്പി തിളവ എന്ന് പറയുന്ന സിനിമയിലാവും തോന്നുന്നു, സുകുമാരി അമ്മയും അടൂർ ഭാസി അവതരിപ്പിച്ച ഒരു ഗാനം. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി, എന്തെന്നേ ഭർത്താവ് നിങ്ങൾ മതി. അതൊരു വല്ലാത്ത ചോയ്സ് അവരെടുത്തേക്കുന്ന. വീരനല്ലെന്നും വെല്ലുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ മതി. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ ഒത്തിരി ഓടിയതാണ്, അറിയായിരിക്കും. എയ്മി ജാക്സൺ ആൻഡ് വിക്രം. അതിനകത്ത് ബാക്കിയെല്ലാം ഹൈപ്പോത്തറ്റിക്കലാകട്ടെ, എന്തോ ഒരു ഇൻഫ്ലുവൻസ വൈറസ് ബാധിച്ച് ആകെ വളരെയധികം വികൃതമായ വിക്രമിനെ അവസാനം കണ്ടെത്തുമ്പോൾ എയ്മി ജാക്സൺ സ്വന്തം തങ്ങളുടെ സ്വപ്നഭൂമിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ട്രീറ്റ് ചെയ്ത് ഓരോ ഡെവലപ്മെൻറ്റും ആസ്വദിച്ചെടുക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് എന്തെങ്കിലും പറ്റി എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഉപേക്ഷിച്ച് കളയുകയല്ല ചെയ്യേണ്ടത്. ശാരീരികമായ വ്യത്യാസം വരികയാണെങ്കിൽ അയാളെ ട്രീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അയാൾക്കൊരു മാനസിക രോഗമുണ്ടെന്നിരിക്കട്ടെ, അതിനെയും ട്രീറ്റ് ചെയ്തെടുക്കുക. ഇല്ലാതെ അവിടെ വെച്ച് കളഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സുന്ദരനെ തേടി പോകുന്നതിനേക്കാളും നല്ലത് ഇതല്ലേ? ഒരു ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അടിത്തറയിൽ വെച്ച് സ്നേഹിച്ച ഒരാളിനെ അയാൾക്ക് പിന്നീട് ഒരു അസുഖം വന്നു. വിവാഹത്തിന് മുൻപ് ഉണ്ടായിരുന്നു, അത് മറച്ചു വെച്ചു എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അല്ലാതെ പിന്നീട് ഒരു അസുഖം വന്നു എങ്കിൽ അത് പിന്നീട് വരുന്ന അസുഖത്തിന് കാരണം അയാളെ മാറ്റി നിർത്തി, അയാളെ ജീവിതത്തിൽ നിന്നും കളഞ്ഞ് അയാളോട് വെറുപ്പ് കാണിച്ച് വേറെ കുറച്ചുകൂടെ തൊലിവെളുപ്പുള്ള ഒരാളിനെ തേടിപ്പോകുന്ന പെണ്ണിനും ആണിനും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ചിലർ പറയും, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ മദ്യപാനികളായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം ബ്രൂട്ടാലിറ്റിയും നാർസിസിസവും ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം. നാർസിസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സാഡിസ്റ്റ് ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. അയാൾ മാനസികമായ ആനന്ദം കണ്ടെത്തുന്നത് മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നത് കണ്ടെന്നാണ്. ഇല്ലെങ്കിൽ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആളിന് അയാൾ സ്വന്തം ബ്യൂട്ടിയിൽ മാത്രം വിരമിക്കുന്ന ആളാണ്. അയാളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ മുൻപിൽ ബാക്കി എല്ലാ ഇൻഡിവിജ്വൽസും, ബാക്കി എല്ലാ മനുഷ്യരും വളരെ താണവരാണ്. അതുപോലെ തന്നെ വളരെയധികം ഭ്രാന്തമായ സ്വഭാവമുള്ളവർ, മാറ്റി നിർത്താൻ ട്രീറ്റബിൾ അല്ലാത്ത ഭ്രാന്ത്. ഇത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അവരെ ഏതെങ്കിലും ഒരു അസൈലത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അയാളെ നന്നായിട്ട് എടുത്തുക്കും. ഇല്ലാതെ ഒരാളിനെ കളയുകയല്ല വേണ്ടത്. ആണോ? അതാണോ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് ഏത് സമയം എന്ത് സംഭവിക്കാം. ഒരു ചെറിയ തീപ്പൊള്ളലേറ്റാൽ മതി നമ്മുടെ ഈ തൊലിയൊക്കെ എങ്ങനെയാവും? ആലോചിച്ച് നോക്കൂ, എന്ത് വികൃതമാകും. അതെങ്കിലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ ഒരാൾ കഴുത്തിൻ്റെ താഴെ വെച്ച് പാരാലിസ്ഡ് ആവാം. അപ്പോൾ കളയണോ? വിവാഹത്തിന് ശേഷം വരുന്ന അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രീറ്റബിൾ ആണെങ്കിൽ ട്രീറ്റ് ചെയ്യുക. ഇനി നിങ്ങളെക്കൊണ്ട് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അയാളെ ഉപേക്ഷിക്കാവൂ, ഇല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാവൂ. സ്വന്തം ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ആ സ്ത്രീയെ ഉപേക്ഷിച്ച്, ഇല്ലെങ്കിൽ അവളെ കാണുമ്പോൾ അവേർഷൻ, വെറുപ്പ്, അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അവളെ ട്രീറ്റ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുക. ആ സ്ത്രീ സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയാണ് അല്ലേ? അപ്പോൾ ആ കുഞ്ഞിനെ ഉണ്ടാക്കി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ മനസ്സിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നീട് എന്തിനാണ് അവളോട് അവർഷൻ അല്ലെങ്കിൽ ആ വെറുപ്പ് തോന്നുന്നത്? ഇതൊക്കെ തെറ്റായ കാര്യങ്ങളല്ലേ? ഞാൻ അന്നേ പറഞ്ഞു, ബ്യൂട്ടി അപ്പാരൻ്റാണ്, അബ്സല്യൂട്ട് അല്ല എന്ന്. ഇപ്പോൾ ചില എക്സാമ്പിൾസ് കാണുമ്പോൾ എനിക്ക് തന്നെ വല്ലാതെ തോന്നുന്നു. ഒരു ആവറേജ് സൗന്ദര്യം എന്താ? നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയുണ്ടല്ലേ, അതിനനുസരിച്ച് മാത്രം നമ്മൾ സ്വീകരിക്കുക. നമ്മളെല്ലാ പെണ്ണുങ്ങളും ശീലാവതിയാവണമെന്നും കുഷ്ഠരോഗിയായ ഭർത്താവിനെ ചുമന്ന് വേശ്യാലയത്തിൽ എത്തിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ മനുസ്മൃതി അനുസരിച്ച് ജീവിക്കണമെന്നും പറയുന്നതല്ല. അത് അന്നത്തെ കാലത്തെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കാലത്തും സ്ത്രീകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക,
അല്ലെങ്കിൽ പുരുഷന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അവർക്ക് കല്യാണത്തിന് മുൻപ് ഒരു വൈരൂപ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് തുറന്ന് പറയുക. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു കുറ്റം തന്നെയാണ്. അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം വന്ന അസുഖമാണെങ്കിൽ ഇല്ലെങ്കിൽ അവരുടെ വൈരൂപ്യമാണെങ്കിൽ അത് എമി ജാക്സൺ ചെയ്ത ആ കഥാപാത്രം ചെയ്തതുപോലെ അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ട്രീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുക. ഇല്ലാതെ ആ ജീവിത പങ്കാളിയെ കളയുകയല്ല വേണ്ടത്. കുപ്പത്തൊട്ടിയിൽ എറിയാൻ എളുപ്പത്തിൽ കഴിയുമല്ലേ? ചിലപ്പോൾ അവരുടെ മനസ്സ് മാണിക്യമാണെങ്കിലോ